രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കായി കോൺഗ്രസിനുള്ളിൽ വലിയ സമ്മർദ്ദം എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പസമയത്തിനകം അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കാണും. ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുക എന്നാണ് ഉറ്റുനോക്കുന്നത്. വാർത്താ സമ്മേളനം ഉടൻ എന്നുള്ള വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. കെ ആർ സാജുവിലേക്ക് പോവുകയാണ്. കെ ആർ സാജു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലീൻ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക അനിവാര്യം തന്നെയാണ്. വി ഡി സതീശൻ അടക്കം, അതായത് ഒരു കാലഘട്ടത്തിൽ രാഹുലിന്റെ പറ്റായിരുന്നു, ആ വി ഡി സതീശൻ അടക്കം രാഹുലിനെ കൈവിട്ട സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ രാജിക്കായി ഉയർന്ന സമ്മർദ്ദം രാഹുലിന് മേലുണ്ടോ? നിലവിൽ ലഭിക്കുന്ന സൂചനകൾ എന്താണ്? പുതിയ ശബ്ദരേഖ കൂടി പുറത്തു വന്നതോടെ രാഹുലിന്റെ രാജിക്കായുള്ള സമ്മർദ്ദം കടുക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വി ഡി സതീശന്റെ നിലപാടിന് പാർട്ടിക്കുള്ളിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. എന്നാൽ താൻ കൂടുതൽ വിശദീകരണം നൽകാം എന്നാണ് രാഹുൽ മാങ്കൂട്ടം പാർട്ടി നേതൃത്വത്തോട് അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ ഏകോപിതമായ ഒരു അഭിപ്രായം രൂപം കൊണ്ടിട്ടില്ല. രാജി വേണമെന്ന വി ഡി സതീശന്റെ നിലപാടിനെ ഏറെ പേർ പുതിയ ഘട്ടത്തിൽ പിന്തുണയ്ക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ളവർ രാജി ഈ ഘട്ടത്തിൽ അനിവാര്യമല്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ശബ്ദരേഖകൾ പുറത്തു വരുന്നത്. ആ ശബ്ദരേഖകളിൽ രാഹുൽ മാങ്കൂട്ടം ആ യുവതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നതടക്കം വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ പല രീതിയിലുള്ള അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടം MLA നടത്തുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയിലുമുള്ളത്. സ്വാഭാവികമായും അതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്, കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിനാൽ തന്നെ രാഹുലിന്റെ രാജിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ആ പാർട്ടിക്കുള്ളിൽ അതിശക്തമായി ഉണ്ടാവുന്നു. രാജിയില്ലാതെ മുന്നോട്ട് പോകാൻ ആവില്ലെന്ന കർശനമായ നിലപാട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എടുത്തിരിക്കുന്നു. അദ്ദേഹം അതിന്റെ സൂചനകൾ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി നൽകിയതാണ്. അതിനുശേഷവും അതിനെ എതിരായ നിലപാടാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ സണ്ണി ജോസഫ് നടത്തിയത്. പക്ഷേ അതിനോടൊന്നും സതീശൻ യോജിക്കുന്നില്ല. സതീശൻ കടുത്ത നിലപാടിലാണ്. പാർട്ടിയുടെ പ്രതിച്ഛായ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും പാടില്ല. കോൺഗ്രസ് രാഷ്ട്രീയ ധാർമ്മികത കേരളത്തിൽ പുതുതായി സൃഷ്ടിക്കണം എന്ന നിലപാടാണ് അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വി ഡി സതീശന് ഉള്ളത്. അത് CPM മുമ്പ് നിലപാടെന്ത് സ്വീകരിച്ചോ, കോൺഗ്രസ് മുമ്പ് എന്ത് നിലപാട് സ്വീകരിച്ചോ എന്നതൊന്നും പരിഗണിക്കേണ്ടതില്ല. ഇത് മറ്റൊരു സാഹചര്യമാണ്. ആ മറ്റൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ ധാർമ്മികത എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പരാജയം ഏറ്റുവാങ്ങി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്ന പാർട്ടിയാണ്. മൂന്നാമതൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തരം ചെളിക്കുത്തുകളായിട്ട് ഒന്നും മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു സമീപനം, വളരെ കർശനമുള്ള കാർക്കശ്യ സ്വഭാവത്തോടുള്ള സമീപനമാണ് വി ഡി സതീശനുള്ളത്. അത് അദ്ദേഹം ഹൈക്കമാൻഡുമായി കൂടി ധരിപ്പിച്ചേക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതിനു മുമ്പ് തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു സമവായം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പല മുതിർന്ന നേതാക്കളും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നത്, കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് പാർട്ടിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുമെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട് നേതൃത്വത്തിന്. സ്വാഭാവികമായും നേതൃത്വത്തിനും തങ്ങൾ നേരത്തെ എടുത്ത കേസില്ലല്ലോ, കോടതിയുടെ ഉത്തരവുകളൊന്നുമില്ലല്ലോ എന്ന സമീപനത്തിൽ നിന്നും പിന്നാക്കം പോകേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്. അജി, അതെ, നേരത്തെ സാജു സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യഘട്ടത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അവർ മറ്റു പാർട്ടികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അവരാരും രാജിവെച്ചിട്ടില്ലല്ലോ, അവരെല്ലാം ഇപ്പോഴും ജനപ്രതിനിധികളായി തുടരുന്നില്ലേ എന്നുള്ള ഒരു ന്യായീകരണമാണ് നൽകിയിരുന്നതെങ്കിൽ ആ ന്യായീകരണങ്ങളെല്ലാം അപ്രസക്തമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതൊന്നും വിലപ്പോഷില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് കോൺഗ്രസ് വന്നതുകൊണ്ടാണോ രാജി മാത്രമാണ് അനിവാര്യം എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് ഹൈക്കമാൻഡ് അടക്കം നീങ്ങാനുള്ള സാധ്യതയുള്ളത്? ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് ദീപാദാസ് മുൻഷി രാവിലെ വിശദീകരിച്ചതാണ്. അവർ വിശദീകരിക്കുമ്പോൾ കേസില്ലല്ലോ എന്ന മറുചോദ്യമായിരുന്നു MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തെക്കുറിച്ചുണ്ടായത്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദീപാദാസ് മുൻഷിയേക്കാൾ തിരിച്ചറിയുന്ന നേതാക്കളാണ് കേരളത്തിലുള്ളവർ. അവർക്കിടയിൽ പോലും 2 അഭിപ്രായം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കടുത്ത നിലപാടുള്ളത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തെ മുമ്പ് സംരക്ഷിച്ചിരുന്നു എന്ന ഒരു കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒപ്പം നിൽക്കുന്നില്ല. പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തെ
മാങ്കൂട്ടത്തെ അദ്ദേഹം കൈവിട്ടിരിക്കുന്നു. പാർട്ടിയാണ് വലുത്, പാർട്ടിയുടെ പ്രതിച്ഛായയാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലുത് എന്ന നിലപാടിലേക്ക് വി.ഡി. സതീശൻ എത്തിയിരിക്കുന്നു. ഒപ്പം തന്റെ മേൽ സംരക്ഷിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ എന്ന വിമർശനത്തെ കൂടി ഇതിലൂടെ വി.ഡി. സതീശന് മറികടക്കാനും കഴിയും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തോട് ഒരു തരത്തിലുള്ള അനുനയത്തിനും തയ്യാറല്ല വി.ഡി. സതീശൻ എന്നാണ് അദ്ദേഹത്തിന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഒരു തരത്തിലുള്ള അനുനയത്തിനും ഇനി സാധ്യമല്ല എന്ന നിലപാട് തന്നെ വി.ഡി. സതീശൻ എടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ എന്നാണ് ഈ മണിക്കൂറുകളിൽ അറിയേണ്ടത്. നിർണായകമായ വാർത്താ സമ്മേളനം അടൂരിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും.